യുടെ ശ്രവണസീമയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ നല്ലവരായ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ അഭിവാദ്യങ്ങൾ. ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ ഇപ്രകാരം നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് പ്രാരംഭമായി പ്രിയ സഹോദരൻ നിങ്ങളെ ഓർപ്പിക്കുവാനിടയായി. ഈ കാലഘട്ടത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ വിവിധമായ പ്രതിസന്ധികളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വിദ്യാഭ്യാസപരമായി സാമ്പത്തികമായി ഒക്കെ നാം ഒത്തിരി ഉന്നമനം പ്രാപിച്ചുവെങ്കിലും ധാർമ്മികമായി വലിയ അധപ്പതനത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. ഒരു വശത്ത് നമ്മുടെ ദേശത്തെ നോക്കി വരുന്ന വിദേശികൾക്കൊക്കെ സൗന്ദര്യം ആസ്വദിക്കത്തക്ക നിലയിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ വിശേഷണം നൽകി വിളിക്കുമ്പോഴും മറുവശത്ത് സാത്താന്റെ പ്രവൃത്തിയാൽ മലീമസമായിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ശ്രദ്ധിക്കുക പ്രിയരെ, മനുഷ്യന്റെ ജീവിതത്തിലെ അടിസ്ഥാന പ്രശ്നം, അവൻ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ അധാർമികതയാണ്. മദ്യവും മയക്കുമരുന്നുമൊക്കെ കടന്ന് അതിനപ്പുറത്തേക്ക് മനുഷ്യൻ സഞ്ചരിച്ചു. ഇന്നത്തെ തലമുറ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തുക്കളെ കുറിച്ച് മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ സമൂഹത്തിലെ ഉന്നതരായ ആളുകൾക്കോ പലപ്പോഴും പിടികിട്ടാത്ത നിലവാരത്തിലാണ് അവർ മുമ്പോട്ട് പോകുന്നത്. MDMA പോലുള്ള മാരകമായ രാസവസ്തുക്കളുടെ ഉപയോഗം തലമുറയെ ശാരീരികമായും മാനസികമായും എല്ലാ അർത്ഥത്തിലും തകർച്ചയിലേക്ക് നയിക്കുകയാണ്. പല പരിഹാരങ്ങളും അതിനുള്ള പല ക്രമീകരണങ്ങളും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും പലതും ഫലവത്താകുന്നില്ല. കേരള സർക്കാരിന്റെ തന്നെ ഒരു സംവിധാനമാണ് വിമുക്തി. ഇവരെ ഇതിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സർക്കാരും എക്സൈസും ഒക്കെ ചേർന്ന് ക്രമീകരിച്ചിട്ടുള്ള ഒരു കാര്യപരിപാടിയാണ്. പക്ഷെ പലപ്പോഴും അതിനൊന്നും പിടികിട്ടാത്ത നിലയിലാണ് നമ്മുടെ തലമുറകൾ കടന്നു പോകുന്നത്. എന്നാൽ ഞങ്ങളെ അല്പസമയങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങളിൽ പലരും ഒരു കാലത്ത് മാതാപിതാക്കൾക്കും ദേശത്തിനും ആയിരുന്ന ദേശങ്ങളിലെ പോലീസ് സ്റ്റേഷനുകൾക്കൊക്കെ വലിയ തലവേദനയായിരുന്നവരാണ്. പക്ഷേ ഒരു സത്യം ഞങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടുവാനിടയായി ആ സത്യത്തെ അറിഞ്ഞത് മുഖാന്തരമാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പ് ഇങ്ങനെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾ അറിഞ്ഞ ഈ സത്യം നിങ്ങളോട് വിളിച്ചു പറയുവാനായിരിക്കുന്നത്. പല കാര്യങ്ങളും നാം അറിയുന്നു, അറിയാതെ പോകുന്നു. പല വാർത്തകളും ഇന്നത്തെ വാർത്ത നാളെ അപ്രസക്തമാണ്. പല വാർത്തകളും നമുക്ക് വായിക്കുവാൻ ഇഷ്ടപ്പെടുന്നതല്ല, കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നതല്ല. ഇന്നത്തെ പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ വായിക്കുന്നതോ പലപ്പോഴും കുഞ്ഞുങ്ങൾ കാണുന്നതോ ഒക്കെ നാം വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുകയും അത് കാണാതിരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യേണ്ട കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. യാതൊരു കമ്മിറ്റ്മെന്റും സമൂഹത്തോടോ കുടുംബത്തോടോ സ്വന്തം ബന്ധങ്ങളോടോ ഇല്ലാതെ വല്ലാത്തൊരു അനുഭവത്തിൽ അവന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി എന്തും ചെയ്യുവാൻ ശ്രമിക്കുന്ന, ആരെയും കൊല്ലുവാൻ മടിക്കാത്ത, ഏത് തിന്മയും പ്രവർത്തിക്കുന്ന ലോകത്തിൽ എന്താണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം? അതറിയാതെ പോകരുത്. അതറിയാതെ പോയാൽ നമ്മുടെ ജീവിതം വലിയ നഷ്ടമാണ്. ഞങ്ങൾ ഈ സന്ധ്യയിൽ നിങ്ങളോട് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ലതാണ് സുവിശേഷം, ഗുഡ് ന്യൂസ് അഥവാ നല്ല വാർത്ത. മറ്റൊരു വാർത്തയും അറിഞ്ഞില്ലെങ്കിലും ആർക്കും ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ ഭൗതികമായ ചില നഷ്ടങ്ങൾ സംഭവിക്കാവുന്ന വാർത്തകൾ ഉണ്ട്. പക്ഷേ സത്യസുവിശേഷം സകല മനുഷ്യരും അറിയുക എന്നുള്ളത് സൃഷ്ടാവായ ദൈവത്തിന്റെ കൽപ്പനയാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ്. സകല മനുഷ്യർക്കും വേണ്ടിയാണ് ദൈവത്തിന്റെ വചനങ്ങൾ, ദൈവത്തിന്റെ അരുളപ്പാടുകൾ. ദൈവത്തെ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് ദൈവം സകല മനുഷ്യരോടും ആവശ്യപ്പെടുന്ന യാഥാർത്ഥ്യം. പ്രപഞ്ച സൃഷ്ടി മുതൽ ഇന്നുവരെയും മനുഷ്യബുദ്ധിക്ക് തെളിവാകുന്ന നിലയിൽ അദൃശ്യ ലക്ഷണങ്ങളാൽ ദൈവത്തെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് ദൈവം എല്ലാ കാലഘട്ടത്തിലും മനുഷ്യവർഗത്തിന് നൽകിത്തരുന്നുണ്ട്. അതിലൂടെ അല്ല നാം കേൾക്കുന്ന വാർത്തകളിലൂടെ, ഇതുപോലെ ഞങ്ങളെ പോലെയുള്ളവർ സംസാരിക്കുന്ന വാക്കുകളിലൂടെ സത്യസുവിശേഷം സകല മനുഷ്യരും അറിയണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ തീരുമാനം. എന്താണ് സുവിശേഷം? സുവിശേഷം എന്നത് കർത്താവായ യേശുക്രിസ്തു ജനിച്ചു, മരിച്ചു,
അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷം. ആ സുവിശേഷം എന്താണ് മാനവകുലത്തിന് നൽകുന്ന സന്ദേശം? ആ സുവിശേഷം കൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക്, നമുക്ക് എന്താണ് പ്രയോജനം ലഭിക്കുന്നത്? ഈ സുവിശേഷം അറിയാതെ പോയാൽ എന്ത് സംഭവിക്കും? ചില വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റു വാർത്തകൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾ കേവലം ഭൗതികമാണെങ്കിൽ, ഈ വാർത്ത അറിയാതെ പോയാൽ നമുക്ക് സംഭവിക്കുന്ന നാശം നിത്യമാണ്. ആ വാർത്തയെ കുറിച്ച് പ്രഘോഷിച്ച ഭക്തനായ പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറഞ്ഞു: അറിയാനുള്ള കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല, എന്നാൽ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് ദൈവത്തിന്റെ കൽപ്പന. ആ ദൈവം മനുഷ്യനെ സ്നേഹിച്ച നിമിത്തം മനുഷ്യനോട് സ്നേഹത്തെ പ്രതി പാപിയായ മനുഷ്യനെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുക തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ കാതലായ സന്ദേശം. എന്തിനു വേണ്ടി അയച്ചു? മനുഷ്യൻ പാപിയാണ്, പാപമാണ് മുൻപറഞ്ഞ സകല വിഷയങ്ങളുടെയും അടിസ്ഥാന കാരണമാക്കിയ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുക, അല്ലെങ്കിൽ ദിശ തെറ്റി യാത്ര ചെയ്യുക എന്നുള്ളതാണ്. പാപമാണ് അടിസ്ഥാന പ്രശ്നമെങ്കിൽ, പാപത്തിന് പരിഹാരമുണ്ടായെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യൻ വിടുതൽ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. പാപം ലക്ഷ്യം തെറ്റി യാത്ര ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അനുസരണക്കേടാണ്. ദൈവത്തോട് മനുഷ്യൻ ചെയ്ത അനുസരണക്കേടിന്റെ പരിണത ഫലമാണ് സകല മനുഷ്യരും പാപികളായി തീർന്ന സകല മതങ്ങളും ഇസങ്ങളും ഒരുപോലെ പറയുന്നു മനുഷ്യൻ പാപിയാണ്, അവനെ രക്ഷിക്കാൻ അത് എന്തെങ്കിലും മാർഗമുണ്ടായേ പറ്റൂ. രക്ഷ മനുഷ്യന് ആവശ്യമാണ്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു: ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക്, അത് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയുമാകുന്നു. ക്രൂശിന്റെ വചനം അഥവാ സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിച്ച് പാപിയായ മനുഷ്യനെ വിടുവിക്കുന്നതിനു വേണ്ടി തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ലോകത്തെ സ്നേഹിക്കുന്നു എന്ന ആ ദൈവത്തിന്റെ സന്ദേശം വെളിപ്പെടുത്തുവാനിടയായി. ഇങ്ങനെയാണ് വായിക്കുന്നത്: അത് ഈ ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ നൽകിക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. എങ്ങനെയാണ് പുത്രനെ നൽകി തന്നത്? പുത്രനെ ലോകത്തിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു: ഞാൻ വന്നത് അനേകർക്ക് വേണ്ടി മരിക്കുവാനാണ്, എന്റെ ജീവനെ മറുവിലയായി തരുവാനാണ്. എന്നിൽ കൂടെ അല്ലാതെ ആരും രക്ഷ പ്രാപിക്കുകയില്ല. ഞാൻ തന്നെ മരണവും പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. അതെ, യേശുക്രിസ്തു വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും നിത്യജീവൻ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ദൈവത്തിന്റെ സ്നേഹമുള്ള എന്നുള്ളത് പാപിയായ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് മനം തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയണം. ദൈവസന്നിധിയിൽ അവൻ സമ്മതിക്കണം: ഞാൻ പാപിയാണ്, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കാൽവരിയിൽ യേശു കർത്താവ് ക്രൂശിൽ തകർക്കപ്പെട്ടത്. ഈ ദേശത്തിന്റെ പേര് ഞങ്ങൾ ശ്രദ്ധിക്കുവാനിടയായി കാൽവറി മൗണ്ട്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് കാൽവറിയുടെ ഉന്നതിയിൽ അത് രണ്ട് കള്ളന്മാരുടെ മധ്യേ ഒരു പാപവുമില്ലാത്തവൻ, ഒരു ഊനവുമില്ലാത്തവൻ 5 കോടതികളിൽ 6-7 തവണ യേശുക്രിസ്തുവിനെ വിസ്തരിച്ചു. അവനിൽ പാപമില്ല എന്ന് അന്നത്തെ സകല അധികാരികളും ഒരുപാട് നോക്കിക്കൊണ്ട് പറഞ്ഞു: പിന്നെ എന്തിന് യേശു ക്രൂശിക്കപ്പെട്ടു? യേശു ക്രൂശിക്കപ്പെട്ടത് സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. പാപിയായ മനുഷ്യന് മോക്ഷം നൽകുവാൻ, രക്ഷ നൽകുവാൻ, ദൈവത്തിങ്കിലേക്ക് അവനെ അടുപ്പിക്കുവാൻ, നഷ്ടപ്പെട്ടു പോയ ആ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ: ഊനമില്ലാത്തവന്റെ രക്തം ചിന്തുവാനിടയാകണം. അങ്ങനെ പാപമില്ലാത്ത, ഊനമില്ലാത്ത യേശു കർത്താവ് ലോകത്തിൽ വന്ന് സകല മനുഷ്യർക്കും വേണ്ടി ക്രൂശിൽ മരിച്ചു. യേശു മരിക്കുന്ന വേളയിൽ ക്രൂശിൽ കടന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: സകലമൊന്ന് വൃത്തിയായി. എന്താണ് പറഞ്ഞതിന്റെ ആശയം? മനുഷ്യവർഗത്തിന്റെ ഭാവത്തിനു വേണ്ടി, മനുഷ്യന് മോക്ഷം നൽകുന്നതിന് വേണ്ടി, മനുഷ്യന് രക്ഷ നൽകുന്നതിന് വേണ്ടി ഇനിയൊന്നും ചെയ്യുവാനില്ല. അവന് വേണ്ടി ചെയ്യുവാനുള്ളതെല്ലാം ക്രൂശിൽ യേശു കർത്താവ് ചെയ്തു തീർത്തു.
യേശുവിന്റെ ക്രൂശ് മരണത്തെ കണ്ട, ക്രൂശ് മരണത്തിൽ പങ്കാളിയായ പാപിയായ ഒരു കള്ളൻ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു കർത്താവിനോട് പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. അവനോട് യേശു കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലിരിക്കും. അപ്പൊ ക്രൂശിൽ കിടന്നുകൊണ്ട് ആ നിമിഷം താനൊരു പാപിയാണെന്ന് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ നിന്ന് ഗ്രഹിച്ച് മനസ്സിലാക്കിയ ആ മനുഷ്യൻ തന്റെ പാപങ്ങൾ വെച്ച് പറഞ്ഞ് യേശു കർത്താവിനോട് പറയുകയാണ്, ഞാൻ പാപിയാണ്, എന്നെ രക്ഷിക്കണം. യേശു അടുത്ത മറുപടി ഇങ്ങനെയാണ്, അതിനുവേണ്ടി നീ ഒന്നും ചെയ്യണ്ട, ഇനി നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതിനുള്ള സാധ്യതയില്ല. പക്ഷേ നീ എന്നിൽ വിശ്വസിക്കുന്നതിലൂടെ, എന്നിൽ അതെ നീ നിന്റെ ജീവിതം സമർപ്പിച്ചതിലൂടെ നീ രക്ഷ പ്രാപിച്ചു. ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. ഈ സന്ദേശം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, മരണത്തെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞിരിക്കുന്ന ഏക പുസ്തകം വിശുദ്ധ ബൈബിളാണ്. ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. അങ്ങനെയെങ്കിൽ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്നുള്ളതും പറഞ്ഞിരിക്കുന്നത് മറ്റെവിടെയുമല്ല, അത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന യേശു കർത്താവിന്റെ വാക്കുകളാണ്. ഇന്ന് നീ മരിച്ചാൽ എന്നോടുകൂടെ പരദീസയിലിരിക്കും. അപ്പൊ നോക്കുക, മരണമുണ്ട്. ഒരിക്കൽ ജനിച്ചെങ്കിൽ മരിച്ചേ മതിയാകൂ. മരണത്തിനപ്പുറത്ത് ഒരു ന്യായവിധിയുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. സമയപരിധിയുടെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇന്ന് മരിച്ചാൽ എന്റെ നിത്യത സ്വർഗത്തിലായിരിക്കും, ദൈവത്തോടു കൂടെ ആയിരിക്കും എന്ന് ഉറപ്പ് പ്രാപിക്കാൻ കഴിയാത്ത സകല മനുഷ്യരെ കുറിച്ചും വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അവർ അരിഷ്ടന്മാരാണ്, അത് മൂഢന്മാരാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണാൻ യഹോവയായ ദൈവം സ്വർഗത്തിൽ നോക്കുന്നുവെന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് സന്ധ്യയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, ദൈവം നിങ്ങളെ അന്വേഷിക്കുന്നു, ദൈവം നിങ്ങളെ അറിയുന്നു. ദൈവം അത് ഉണ്ടെന്നും ദൈവത്തിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കണമെന്നും സകല മനുഷ്യരെയും അറിയിക്കുക എന്ന ആ യാഥാർത്ഥ്യം ഇന്ന് സന്ധ്യയിൽ ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുമ്പോൾ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും ഈ ക്രിസ്തുവിലേക്ക്, ഈ രക്ഷാമാർഗത്തിലേക്ക് തിരിയണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. നിൽക്കുന്ന നിൽപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ, എവിടെയായിരുന്നാലും അവിടെ നിന്നുകൊണ്ട് യേശുവിന് ഹൃദയം കൈമാറുവാനിടയായാൽ, യേശുവിന് ജീവിതം സമർപ്പിക്കുവാനിടയായാൽ, ഞാൻ പാപിയാണെന്ന് ഏറ്റു പറയുവാൻ ഇന്ന് സന്ധ്യയിൽ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ യേശു കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, നീ എന്റെ മകനായി, മകളായി രൂപാന്തരപ്പെടും. ഒരുവൻ കർത്താവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുകയാണ്, പുതിയ സൃഷ്ടിയായി തീരുകയാണ്. പഴയത് കഴിഞ്ഞുപോയി. പാപത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിൽ പ്രവേശിച്ച് ക്രിസ്തുവിൽ അത് പുതിയ ഒരു ജീവിതത്തിന് സമർപ്പിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് തയ്യാറായി ഞങ്ങൾ ഇവിടെയുണ്ട്. മുന്നമേ അഡ്രസ് ചെയ്ത നാരകക്കാനം മലങ്കര ക്രിസ്ത്യൻ ചർച്ച് എന്ന ഒരു കൂട്ടായ്മ ഇവിടെയുണ്ട്. അത് നിങ്ങൾക്ക് അവിടേക്ക് ബന്ധപ്പെടുവാനായിട്ട് കഴിയും. എന്നിട്ട് വാക്കുകൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മരണമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. ഇന്ന് മരിച്ചാൽ അതേ നിത്യത എവിടെയെന്ന് ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. എന്തൊക്കെ ഇവിടെ ഉണ്ടാക്കിയാലും, എന്തൊക്കെ സമ്പാദിച്ചാലും, എന്തൊക്കെ നേടിയെടുത്താലും അതെല്ലാം നഷ്ടമായി തീരുന്നൊരു നിമിഷമുണ്ട്. നാം എല്ലാവരും ആരടി മണ്ണിൽ അഭയം പ്രാപിക്കേണ്ടവരാണെന്നാൽ അതിനപ്പുറത്ത് ജീവിതത്തെ കുറിച്ച് ഒരു ബോധ്യം പ്രാപിച്ചില്ല എങ്കിൽ മരണാനന്തര ജീവിതത്തിൽ നിത്യനാശത്തിന്റെ ഉടമകളായി തീരും. ഇന്ന് ജീവിക്കുന്ന സകല മനുഷ്യരും ഒരുപോലെ ഫേസ് ചെയ്യേണ്ടിയ അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് മരണം, അല്ല മറ്റൊന്ന് യേശു കർത്താവിന്റെ പ്രത്യക്ഷത. ഞങ്ങൾ വിശ്വസിക്കുന്ന തിരുവെഴുത്ത് വളരെ കൃത്യതയോടെ സകല ലോകത്തോടും വിളിച്ചു പറയുന്നു, യേശു കർത്താവ് ഒരിക്കൽ അത് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയെങ്കിൽ ആ കർത്താവിനെയും മടങ്ങി വരും. ആ മടങ്ങി വരവിന്റെ ലക്ഷണങ്ങൾ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് കൃത്യതയോടെ നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്ഷാമവും ഭൂകമ്പവും അതെ മറ്റ് ആ വിവിധമായ പ്രയാസങ്ങളും ഉണ്ടാകും. അത് മനുഷ്യൻ സ്വാർത്ഥരാകും, സ്വസ്നേഹികളാകും, വമ്പ് പറയുന്നവരാകും.
എന്ന് വേണ്ട അനവധി കാര്യങ്ങൾ വ്യക്തതയോടെ കൃത്യതയോടെ തിരുവെഴുത്ത് വിളിച്ചു പറയുന്നു. ആ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുപോലെ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് സന്ധ്യ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, രക്ഷ പ്രാപിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, ആ നാമമാണ് യേശു ക്രിസ്തു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നെ കണ്ടവൻ അത് പിതാവിനെ കണ്ടെത്തിയിരിക്കുന്നു. എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ സന്നിധിയിൽ സ്വർഗരാജ്യത്തിൽ നിത്യതയിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങുവാൻ കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു കർത്താവ് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.